നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ ഓടിച്ചാണ്. എന്നിട്ട് വഴി തടഞ്ഞു. ഇവര് നിൽക്കണെന്താ? എന്ത് മര്യാദ അത്? ഇത് ചാനലിൽ വരട്ടെ. ആ, അതൊരു മര്യാദ വേണ്ടേ? സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ കയറാമെന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ ഓടിച്ച്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വോട്ടർമാരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വഴി തടസ്സപ്പെടുത്തി ഒരു മുതലാളി നിൽക്കുകയാണ്. അതൊന്നും പറ്റില്ല. ഇത്തവണ ഇവിടെ ഇടതും വലതും ചേർന്ന് ഇതാണ് പ്രശ്നം. അതൊരു മര്യാദയല്ല. സ്ഥാനാർത്ഥി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ ഓടിച്ചാണ്. എന്നിട്ട് വഴി തടഞ്ഞു. ഇവര് നിൽക്കണെന്താ? എന്ത് മര്യാദ അത്? ഇത് ചാനലിൽ വരട്ടെ. ആ, അതൊരു മര്യാദ വേണ്ടേ? സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ കയറാമെന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ ഓടിച്ച്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വോട്ടർമാരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വഴി തടസ്സപ്പെടുത്തി ഒരു മുതലാളി നിൽക്കുകയാണ്. അതൊന്നും പറ്റില്ല. അത് പറ്റില്ല. സമ്മതിക്കില്ല. അങ്ങനെയൊന്നും ലൈനുണ്ടാക്കാൻ ഞങ്ങൾ നോക്കണ്ട. ഞങ്ങൾ സമ്മതിക്കില്ല. ആള് കയറാൻ താമസം വരും. ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിനെ ഇവിടെ നിർത്തിയില്ല അന്ന് രാവിലെ. ചെയ്യാൻ പാടില്ല. സ്ഥാനാർത്ഥി ബൂത്തിൽ കയറാമെന്നാണ് പറഞ്ഞത് സി ഐ. എന്നിട്ട് വോട്ടർമാരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ചാനലും മുതലാളികളും ഒരു സംപ്രേഷണം. എന്ത് സംപ്രേഷണം? അതൊരു മര്യാദയാണോ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ബൂത്തിൽ നിന്ന് എത്ര മീറ്റർ അകലമുണ്ട്? 50 മീറ്റർ പോലുമില്ല. ഇവിടെ 200 മീറ്റർ അകലെ സ്ഥാനാർത്ഥി പോയി സ്ഥാനാർത്ഥി ഓടിച്ചതാണ്. കുന്നത്താട് സിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ചെയ്യുന്നത്. എന്നിട്ട് 2 മുതലാളിമാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മര്യാദ കാണിക്കുന്നേ? ഞങ്ങളെ വന്നവരുടെ ചാനലിൽ ഞങ്ങൾക്കൊരു വിരോധമല്ല. ഞങ്ങളുടെ ചാനലിൽ വന്നോലോ. ഞങ്ങളുടെ ചാനലുകാർ എടുക്കുമല്ലോ. അതൊരു മര്യാദയല്ല. അതൊരു മര്യാദ. നമ്മൾ ആ റോഡിനപ്പുറമൊക്കെയാണ് നമുക്കൊരു പ്രശ്നമുണ്ട്. ആ വണ്ടി പോകുന്നതിന് മാത്രമല്ല ചെയ്യുന്ന രീതിക്ക് ഒരു രീതി വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ലാത്തോടത്ത് മറ്റുള്ളവർക്ക് നിൽക്കാൻ പറ്റില്ല. സ്ഥാനാർത്ഥി നിർത്താൻ പറ്റില്ല. മുതലാളിമാര് നിൽക്കുന്നത് വേറെ ആർക്കുമില്ല. പാമ്പാളാന്നില്ല. ഞങ്ങൾ പോകും. എങ്ങനെ മാറുന്ന വോട്ട് ചെയ്യാൻ വന്ന ആൾക്കാരാ ഞങ്ങള്. എനിക്ക് നല്ല സുഖമില്ലാത്ത ആളാ. എന്നെ വീൽ ചെയറിൽ ഇരുത്തിയായിരുന്നാ ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ ഞങ്ങൾ സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ എന്നോട് പോണെങ്കിൽ പോലീസിനോട് പറഞ്ഞ് മാറ്റിച്ചോന്നേ. നിങ്ങളോട് പറയണില്ലോ. ഞങ്ങള് നിങ്ങളായിട്ട് പറഞ്ഞതല്ല. കാലത്ത് പോലീസ് ഇവിടെ സ്ഥാനാർത്ഥിനെ നിർത്തിയില്ല. വോട്ട് ചെയ്ത് കഴിഞ്ഞവർ എന്നെ വീൽ ചെയറിൽ ഇരുത്തിയായിരുന്നു. ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞവർക്ക് പോകണം. വീൽ ചെയറിൽ ഞാൻ അവിടെ ഇരുന്ന് എന്നെ തടയാൻ അധികാരമില്ല. പോരല്ലേ പിന്നെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞാ പോട്ടെ പോട്ടെ എന്ന് പറയുന്നത് ഞങ്ങൾ പോരാ. സെന്റ് മേരീസ് ബൂത്ത്, വിലങ്ങ് സെന്റ് മേരീസ് ബൂത്ത്. അത്രേ ഉള്ളൂ. പുറത്തുനിന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് പത്രസമ്മേളനം നടത്താൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ ഒരു CI വന്നിട്ട് സ്ഥാനാർത്ഥി നിൽക്കാൻ പാടില്ല. വണ്ടി പോകും.